ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടു, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പോറ്റിയും അതുപോലെ തന്ത്രിയും അതുപോലെ സ്വർണ്ണ വ്യാപാരിയും എങ്ങനെ എത്തി? ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം എത്തിയിരിക്കുന്നു. സ്വർണ്ണ ഏലസ് കൊണ്ട് കൊടുത്തിരിക്കുന്നു. അത് എവിടെ നിന്നുള്ള ഏലസ് ആണെന്നുള്ളവരും അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഇന്ന ആൾക്കാർ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. സാഹചര്യ തെളിവുകൾ അനുസരിച്ചാണല്ലോ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹം ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളായി വരുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നലെ സഭയെ സ്തംഭിപ്പിക്കുകയും ഈ വിഷയം നിലനിർത്താൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇന്നലെ ഭരണപക്ഷം വസ്തുതകൾ നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവരുടെ സമരം ചീറ്റിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവന്നെങ്കിൽ എല്ലാ വിവരങ്ങളും അവിടെ പറയാനുള്ള സമയം കിട്ടുമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ആളിന് അവിടെ രേഖയിൽ കയറും. പ്രതിപക്ഷ നേതാവിന് വാക്കൗട്ട് പ്രസംഗമോ അല്ലെങ്കിൽ എപ്പോഴാണോ എണീറ്റ് പ്രസംഗിക്കാനുള്ള അവസരമുണ്ട്. ആ പ്രസംഗം ഒന്നും പ്രസംഗത്തിലൂടെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കുവാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബാനറുമായിട്ട് മുദ്രാവാക്യം വിളിയിൽ മാത്രം ഒതുങ്ങിത്തീർന്നത്. ഞങ്ങൾ പറയുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കണം. അത് പിന്നെ ഏത് അന്വേഷണ ഏജൻസിയാണെങ്കിലും അവർ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തണം. പിന്നെ എത്ര ഉന്നതരായിരുന്നാലും അവരെ ചോദ്യം ചെയ്യണം. ഇന്ന ഉന്നതരെ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാരുടെ പേര് പറയാൻ പാടില്ല എന്നൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അഹങ്കാരത്തിലുള്ള വെല്ലുവിളിക്കൊക്കെ തന്നെ ഒന്നൊന്നായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നാൾ ഇതിനൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരൂ എന്നുള്ള കാര്യത്തിലും സംശയമല്ല. അങ്ങനെയാണല്ലോ ഇന്നലെ കണ്ടത്. ആ പാട്ട് കോൺഗ്രസിന് തലയിൽ വയ്ക്കാൻ പറ്റുന്ന തൊപ്പിയാണെന്നുള്ള കാര്യമല്ലോ ഇന്നലെ തെളിഞ്ഞത്. അവർക്ക് തന്നെ അത് പ്രയോജനപ്പെടുത്താം.